നിയമത്തിന്റെ പേര് പറഞ്ഞ് ഒറ്റപ്പെടുത്താതെ സാധാരണക്കാരിലേക്ക് സർക്കാർ ക്ഷേമ പ്രവർത്തനം എത്തിക്കുക എന്നതാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. നിയമവും ചട്ടങ്ങളും സാധാരണക്കാരെ പേടിപ്പിക്കാനുള്ളതല്ലെന്നും മന്ത്രി പറഞ്ഞു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ഈ പരിപാടികൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ, അർഹമായ വിധത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ആരാണോ അതിനർഹപ്പെട്ടവർ അവന്റെ കൈകളിലേക്ക് വേണ്ടുന്നത് പോലെ എത്തുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുകയാണ്. അതാണ് താലൂക്ക് അദാലത്തിലൂടെ കേരളം നടത്തുന്നത്. ഒരുപക്ഷെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്നാൽ പലവിധ കാരണങ്ങളാൽ അങ്ങനെ ആളുകളെ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ നിയമത്തിന്റെ കേവലമായ പരിരക്ഷയുണ്ടാകും. പക്ഷേ നിയമത്തിന്റെ പേരു പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താതെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും സാധാരണക്കാരനായ ജനങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അവരുടെ കൈകളിലെത്താനുള്ള മാർഗം എന്താണ്? ശരത്ത് ഓങ്ങല്ലൂർ കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. ശരത്ത്, തൃശൂർ ജില്ലയിൽ അദാലത്തുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിൽ കണ്ടതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഏറ്റവും ആശ്രയമാകുന്ന ഒരു ഇടമായി അദാലത്തുകൾ മാറുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ മന്ത്രിമാരടക്കം നേരിട്ട് വന്നുകൊണ്ട് പരിഹാരം കാണുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ എവിടെയൊക്കെയാണ് ഇന്ന് അദാലത്തുള്ളത്? മറ്റു വിവരങ്ങൾ എന്താണ്? മനു, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മന്ത്രിമാർ നേരിട്ടെത്തുക എന്നൊരു സങ്കല്പത്തിന്റെ മുകളിലാണ് കരുതലും കൈത്താങ്ങും എന്ന രീതിയിൽ താലൂക്ക് തല അദാലത്തുകൾ ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഡിസംബർ 9 തുടങ്ങിയിട്ടുള്ള ഈ താലൂക്ക് തല അദാലത്ത് തൃശൂർ ജില്ലയിലെ ആദ്യ താലൂക്ക് തല അദാലത്താണ് ഇന്ന് നടന്നത്. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലാണ് നടന്നത്. മുകുന്ദപുരം താലൂക്കിൽ നിന്നുള്ള താലൂക്ക് തല അദാലത്താണ് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി വരെ ഓൺലൈനായിട്ട് 117 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഓഫ്ലൈനായിട്ട് നമുക്ക് നേരിട്ട് പരാതികൾ നൽകാനുള്ള ഒരു സംവിധാനം കൂടി അദാലത്തിനോട് ചേർന്ന് നടപ്പാക്കിയിട്ടുണ്ട്. അദാലത്തിലേക്ക് വരുന്ന ഏതൊരാൾക്കും തങ്ങൾക്ക് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതിയാണോ നൽകാനുള്ളത് ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു ടേബിൾ ഉണ്ടാകും. ആ ടേബിളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി പരാതി സമർപ്പിക്കാൻ കഴിയും. അത് നേരിട്ട് മന്ത്രിമാരുടെ അടുത്തേക്ക് എത്തും. മന്ത്രിമാർ നേരിട്ട് തീർക്കേണ്ട വിഷയങ്ങൾ മന്ത്രിമാർ നേരിട്ട് തീർക്കും. ഉദ്യോഗസ്ഥരായിട്ട് തന്നെ തീർക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് തീർക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകേണ്ട വിഷയങ്ങളാണെങ്കിൽ മന്ത്രിമാർ നേരിട്ട് നൽകും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നടപടിക്രമം നടക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ജില്ലയിലെ ആദ്യ അദാലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കെ രാജൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരാളെയും ഒറ്റപ്പെടുത്തരുത്, സാധാരണക്കാരിലേക്ക് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനം എത്തിക്കുക എന്നതാണ് പ്രഥമമായ ലക്ഷ്യം, അതായത് ഈ അദാലത്ത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന് മന്ത്രി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഈ നിയമങ്ങളും ചട്ടങ്ങളും എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ളതാണ്. അത് ചെകുത്താനെ ഓടിക്കാനുള്ള കുരിശ് പോലുള്ള ഒരു വസ്തുവല്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തീർക്കാനാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെ രാജനോടൊപ്പം തന്നെ ആർ ബിന്ദുവും ഈ അദാലത്തിൽ നേതൃത്വം നൽകുന്നുണ്ട്. കെ രാമചന്ദ്രൻ MLA, VR സുനിൽകുമാർ MLA തുടങ്ങിയവരും ഈ അദാലത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. നിരവധി പേരാണ് തങ്ങളുടെ ആവലാതികൾക്കും തങ്ങളുടെ പരാതികൾക്കും പരിഹാരം കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ ഈ അദാലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മനു, ശരത്ത് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.